ഒരൊറ്റ ദിവസം കൊണ്ട് അനീഷേട്ടൻ പാവമായി സുഹൃത്തുക്കളെ. എൻ്റെ പൊന്നാര അതിലൂറ സമ്മതിച്ചു കൂട്ടാ നിങ്ങളെ. ഇത്രയും ദിവസം അനീഷ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയൊരു ദുഷ്ടനാണ്, ഫേക്കാണ്. PR-കൾക്ക് കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് നെൽപ്പാടം വിറ്റിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്. അനീഷിനില്ലാത്ത ആരോപണങ്ങളും കുറ്റങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ണെടുത്ത ഈ ആദിലിക്ക് നൂറയ്ക്കും അനീഷിനെ കണ്ടുകൂടാ. പ്രത്യേകിച്ച് ആദിലിക്ക് അനീഷ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ആ നടുമ്പറം നോക്കി ആഞ്ഞടിച്ച ആ ഒരു അടിയുണ്ടല്ലോ, ആരും മറന്നാലും ബിഗ് ബോസിൻ്റെ ക്യാമറയും മറന്നിട്ടുണ്ടാവില്ല. പൊന്നാര ആദില. എന്തായാലും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അനുമോള് കൈയൊഴിഞ്ഞു, ഷാനവാസ് കൈയൊഴിഞ്ഞു, ഇങ്ങനെ ഓരോരുത്തരായിട്ട് കൈയൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ആകെയുള്ള ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ അനീഷിനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല കേട്ടാ, അനീഷിനെ സ്നേഹിക്കണം, അതായത് ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് നല്ല രീതിയിലുള്ള കണ്ടന്റ് കൊടുക്കണം, അനീഷിനെ സ്നേഹിക്കണം കുറേ അധികം ജനങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ജനങ്ങളുടെ വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ആദിലെ നൂറയും ഇമാതിരിയുള്ള ഒരു പൊറോട്ട നാടകം കാണിക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല. എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ, അതായത് അനീഷിനെ സ്നേഹിച്ചിട്ട് വോട്ട് കൊടുക്കണം നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പക്ഷേ അനീഷ് ഇനി നോമിനേഷനിൽ വന്നില്ല, ആദിലെ നൂറയാണ് വരുന്നെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇവർക്ക് വോട്ട് ചെയ്യരുത്. ഇവർക്ക് വോട്ട് ചെയ്യണതിലും ഭേദം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാം, മിണ്ടാതെ ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് ബിഗ് ബോസിൻ്റെ പഴയ വല്ല എപ്പിസോഡൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോ, അതാണ് നല്ലത്. അല്ലാതെ നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. അനുമോൾക്ക് 16 ലക്ഷം രൂപയുടെ PR ഉണ്ടെന്ന് ബെന്നി പറഞ്ഞു. 16 ലക്ഷത്തിൻ്റെയാണോ 10 ലക്ഷത്തിൻ്റെയാണോ എത്രയാണെന്നൊന്നും അറിയില്ല, എന്തായാലും കുറച്ച് PR ഉണ്ടെന്ന് പുള്ളിക്കാരിയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ PR-കളുടെ ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ട് തന്നെ ആയിരിക്കണം ഈ പറയുന്ന മാതിരി ആദിലെ നൂറയും അനുമോളായിട്ട് നല്ല രീതിയിൽ ഒട്ടിയത്. അനുമോളാണെങ്കിൽ നല്ല ബുദ്ധിയുള്ള ആളാണ്. അനുമോൾക്ക് മനസ്സിലായി ഇത് നമുക്ക് നല്ലൊരു പണിയാവും, ഇതിനങ്ങോട്ട് ഒഴിവാക്കാന്ന്. ഒരു ദിവസം മുഴുവനും, അതായത് രാവിലെ തൊട്ട് രാത്രി 12 മണി വരെ അനുമോള് ഹർത്താലെടുത്തു. അതിലടുത്ത് 100 മിണ്ടിയില്ല. ഇവർക്ക് മനസ്സിലായി ദൈവമേ അങ്ങക്ക് കിട്ടേണ്ട വോട്ടാണല്ലോ മിസ്സായിക്കൊണ്ടിരിക്കുന്നത്. നൂറ എത്രയും പെട്ടെന്ന് നമുക്ക് അനുമോളായിട്ട് മിണ്ടിയില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വോട്ട് കിട്ടത്തില്ല, പോവാ മോളെ എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി അങ്ങോട്ട് ചെന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഒട്ടാൻ നോക്കി. അനുമോളുണ്ടോ ഓട്ടുന്നു, അനുമോള് മാക്സിമം ഒഴിഞ്ഞു പോകുക തന്നെയാണ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അനുമോൾ എത്ര ഒഴിഞ്ഞു പോയാലും ഇവർ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും അത്യാവശ്യം കണ്ടന്റ് കൊടുക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അനുമോള്. പക്ഷേ ഈ ആദിലെ നൂറയും സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ആദിലെയും നൂറയും വെവ്വേറെ ഉള്ള ഒരു മത്സരാർത്ഥിയാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഒട്ടി അടയും ചക്കരയും പോലെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവരെ ഒന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിനെ പിടിച്ച് പുറത്തേക്കാൽ മതി. അനുമോളോടും സ്നേഹമില്ല, അനീഷിനോടും സ്നേഹമില്ല, ഷാനവാസിനോടും സ്നേഹമില്ല, അവിടെയുള്ള ആരോടും വലിയ സ്നേഹമൊന്നും ഇവർക്കില്ല. ഇവർക്ക് മെയിനായിട്ടുള്ള സ്നേഹം ബിഗ് ബോസിൻ്റെ ആ ഒരു പണപ്പെട്ടിയോടാണ്. ബിഗ് ബോസ് കൊണ്ടുവന്നിട്ട് ഒരു പണപ്പെട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണപ്പെട്ടി നല്ല രീതിയിൽ കാനുള്ള ഒരു പെട്ടിയാണെങ്കിൽ അപ്പം തന്നെ അതിൽ ആ പെട്ടി എടുത്തിട്ട് മുങ്ങും. അതാണ് ഉദ്ദേശം. ബിഗ് ബോസ് അത് മെയിനായിട്ട് നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. പണപ്പെട്ടിയിൽ ആദ്യം ഒരു പെട്ടി കൊണ്ടുവന്നു, അതിനായിട്ടും കൂടുതലുള്ള പണപ്പെട്ടിയാണ് അടുത്തതെങ്കിൽ അതിൻ്റെ പിന്നത്തെയാണ് കൂടുതലെങ്കിൽ ആ ഏറ്റവും കൂടുതലുള്ള പണപ്പെട്ടി ഏതാണോ അത് എടുത്തിട്ട് അതിലെ കടന്നു കളയും, അല്ലെങ്കിൽ 100 കടന്നു കളയും. ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും പെട്ടിയായിട്ട് പോകും. അപ്പോൾ പിന്നെ എന്തിനാണ് എൻ്റെ പൊന്നാർ സുഹൃത്തുക്കളെ നിങ്ങൾ വെറുതെ നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട വോട്ട് നിങ്ങൾ മിസ്സാക്കണത്? നിങ്ങൾ അനുമോളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അനുമോൾക്ക് മാത്രം വോട്ട് ചെയ്യും, നിങ്ങൾ അനീഷിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അനീഷിനെ മാത്രം വോട്ട് ചെയ്യും. അതല്ല നിങ്ങൾ ആദിലേനെ നൂറേനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് മാത്രം വോട്ട് ചെയ്യും. അല്ലാണ്ട് ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് അവർ നോമിനേഷനിൽ വന്നില്ലെങ്കിൽ ഓടിപ്പോയിട്ട് നിങ്ങൾ വേറൊരാൾക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് പണി പാലും വെള്ളത്തിൽ കിട്ടും. നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർ വിന്നർ ആവില്ല. അനീഷിനെ സ്നേഹിക്കുന്ന ആളുകളോട് ഞാൻ പ്രത്യേകം പറയാണ്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒരെണ്ണത്തിനും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണ്ട. നിങ്ങൾക്ക് അനീഷിനോടാണ് സ്നേഹമെങ്കിൽ ആ പുള്ളിക്ക് മാത്രം വോട്ട് ചെയ്യുക. ആ പുള്ളി നോമിനേഷനിൽ വരികയാണെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യുക, അതാണ് വേണ്ടത്. അല്ലാതെ ഈ ആദിലെ നൂറയും കാണിക്കുന്ന ഈ നാടകം കണ്ടിട്ട് നിങ്ങളങ്ങനെ വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടൂട്ടാ സുഹൃത്തുക്കൾ. അവരെ അഭിനയമാണ്. അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ആരോടും വ്യക്തിവൈരാഗ്യമില്ല. ആ പുള്ളിയുടെ മനസ്സൊരു ശുദ്ധമായിട്ടുള്ള മനസ്സാണ്. ആരോടും ദേഷ്യം കാണിക്കുക, പൊട്ട വർത്താനം പറയുക, വെറുപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം അതൊന്നും ആ പുള്ളിയുടെ വയലിൽ കൂടി പോയി കഴിഞ്ഞാൽ എന്താ പറയുക, നീ പോടാ കഴുതയെന്ന അല്ലെങ്കിൽ ചെറ്റത്തരം പറയരുതെന്ന് പറയും. അങ്ങനത്തുള്ള വാക്കുകളൊക്കെ ഈ പുള്ളിക്കാരൻ പറയാറുള്ളൂ. അല്ലാണ്ട് വളരെ മോശമായിട്ടുള്ള കേട്ടറയ്ക്കണ തരത്തിലുള്ള തെറിയോ ഇതൊന്നും ഈ പുള്ളിയുടെ വായിന്ന് ഇതുവരെ വീണിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ വീഴുമെന്ന് എനിക്ക് തോന്നണമില്ല. കാരണം ഇത്രയും ദിവസം വീഴാത്ത നാവിന്ന് ഇനി വീഴുമെന്ന് എനിക്ക് ഒട്ടും അത് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വെക്കണത്, ഷാനവാസ് അനീഷ് ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ആയിരുന്നു ഭയങ്കരമായിട്ട് മുന്നോട്ടൊന്നും പോയിട്ടായിരുന്നത്. പിന്നീട് അനീഷിന് മനസ്സിലായി ഷാനവാസ് അത്ര ഫേക്കാണ്, ഈ ഫ്രണ്ട്ഷിപ്പ് കോമ്പയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന്. സീക്രട്ട് ടാസ്ക് കൂടി എന്താണെന്ന് അറിയാത്ത ഷാനവാസിനെയാണ് ഈ ബിഗ് ബോസ് ഇന്നലെ ഒരു ടാസ്ക് ഏൽപ്പിച്ചത്. അതായത് ആദ്യം ഒന്ന് പ്രാങ്ക് ചെയ്യണമെന്ന് വെച്ചിട്ട്. അതുകൂടി പുള്ളിക്കാരന് ശരിക്കും മനസ്സിലാവാണ്ട് ബിഗ് ബോസ് വീണ്ടും വിളിപ്പിച്ചിട്ട് ഈ പറഞ്ഞ മാതിരി ഷാനവാസ് എന്തായി, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, ബിഗ് ബോസ് എനിക്ക് കാര്യം മനസ്സിലായില്ല, ഒരു 10 മിനിറ്റ് കൂടി സമയം തായോ. പുള്ളിക്കാരന് നല്ല രീതിയിൽ ക്രെഡിറ്റ് കിട്ടണമെന്ന് എടുത്തു പറയുന്നുണ്ട്. ഞാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മതി, അക്ബറിനോട് പറയണം. അപ്പോൾ ക്രെഡിറ്റ് കിട്ടണം. ഷാനവാസിന് ഒരു സീക്രട്ട് ടാസ്ക് കിട്ടി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ക്രെഡിറ്റും സർട്ടിഫിക്കറ്റും മെഡലും ഒക്കെ ഷാനവാസിന് കിട്ടണം. അതാണ് ബിഗ് ബോസ് എടുത്ത് പറയണ്ടായിരുന്നു. അതിലാ മടങ്ങി വരൂ.
ബാക്കിയുള്ള കാര്യങ്ങൾ ഷാനവാസ് പറയുന്നു. കാരണം ബിഗ് ബോസിനെ പോയിട്ട് ചിലപ്പോൾ ചീത്ത പറയും. ബിഗ് ബോസ് എന്ത് പരിപാടി ചെയ്തത്, ഞാൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തിട്ട് എൻ്റെ പേര് പറഞ്ഞില്ല അല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ബിഗ് ബോസിനെ തന്നെ കുറ്റം പറയുന്നു. ചിലപ്പോൾ ബിഗ് ബോസിന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ബിഗ് ബോസ് വേഗം പറഞ്ഞു, ഷാനവാസ് അല്ല അതില അകത്തേക്ക് വരും, പുറത്തേക്കല്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഷാനവാസ് പറയുന്നു. അപ്പോൾ പിന്നെ ഷാനവാസ് അവിടെ നിൽക്കുകയാണ്. ആദിലേക്ക് ഷെയ്ക്കാൻ്റെ കൊടുക്കാണ്ട് ഷാനവാസിൻ്റെ ഒരു നിപ്പ്, ആദില മെയിൻ ചെയ്യാണ്ട് പോവുക. ആദില വാതിലിൻ്റെ അവിടെ പോയിട്ട് തിരിച്ചു വരുന്നു. എന്നിട്ട് ഷാനവാസ് കുറ്റിയടിച്ച പോലെ അവിടെ നിൽക്കുന്നുണ്ട്. ആദിലെ നൂറയും പോയിട്ട് നൂറ ഫ്രണ്ടിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നു, ആദിലെ ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നു. എവിടെ നിന്നായാലും മാറി മാറി ബാക്കിൽ നിന്നാണോ ആദിലെ കെട്ടിപ്പിടിച്ച് ഫ്രണ്ടിൽ നിന്നാണോ കെട്ടിപ്പിടിച്ചെന്ന് അറിയില്ല. എന്തായാലും ഷാനവാസ് നടുക്കിയിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം ഇവർ ഭയങ്കരമായിട്ട് പെങ്ങൾ കൂട്ടിപ്പാസം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പോൾ പോയി ഒരു ഓട്ടോറിക്ഷ പിടിച്ചു കഴിഞ്ഞാൽ ആ പാസമലയിൽ ഒഴുകി പോണത് നമുക്ക് തടയാൻ പറ്റും. അത്ര എനിക്ക് അതായത് ഷാനവാസിനെ സ്നേഹിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. ഈ എത്ര വട്ടായി സുഹൃത്തുക്കളെ ഈ ആദിലെ നൂറയും കൂടിയിട്ട് ഈ ഷാനവാസിനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവർ ഭിത്തിയിൽ ഒട്ടിക്കുക, ഷാനവാസ് പോയിട്ട് ആ ആ പേപ്പർ അങ്ങനെ വലിച്ചു കീറിയിട്ട് ഷാനവാസ് കളയുക, വീണ്ടും ഷാനവാസ് അടയം ചക്കര ആവാൻ വേണ്ടിയിട്ട് പോവുക. എന്തിനാണ് ഈ പട്ടായി ഗേൾസിനൊപ്പം നിന്ന് കളിക്കാനാണോ ഷാനവാസ് അതിൻ്റെ ഉള്ളിലേക്ക് വന്നത്? ഷാനവാസ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരാൾ തന്നെ ആയിരുന്നു. നല്ല രീതിയിൽ പോളിലൊക്കെ മുന്നിലുള്ള ഒരാൾ തന്നെയായിരുന്നു. എന്ന് ഈ കൂട്ടുകെട്ടുകളിലേക്ക് കയറിയോ, പ്രത്യേകിച്ച് ആദിലെ നൂറ കോമ്പോയിലൊക്കെ കയറി കളിക്കാൻ തുടങ്ങിയോടുകൂടി പുള്ളിക്കാരൻ്റെ വോട്ട് നല്ല രീതിയിൽ ഇടിഞ്ഞു തുടങ്ങി. അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കണത്. ഇപ്പോഴും ആ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് തന്നെയാണ് അവിടെ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കയറി വന്ന ഒരാളാണ് ഷാനവാസ്. അല്ലാണ്ട് അനീഷ് അവിടെ കോമ്പ പിടിച്ച് പോയിട്ടില്ല. ഷാനവാസാണ് ഫ്രണ്ട്ഷിപ്പ് കോമ്പ കാണിച്ച് നീ എൻ്റെ ഫ്രണ്ടല്ലേ നിന്നെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് ഒരു 10,000 വട്ടം പറഞ്ഞ് നടന്നപ്പോൾ ബിഗ് ബോസും വിചാരിച്ചു ഇതൊരു കണ്ടൻറ്റാണ്, നമുക്ക് ഈ ഒരു കോമ്പ വെച്ചൊന്ന് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു, അനീഷ് ആ വാതിലൊന്നും അങ്ങോട്ട് തുറന്നിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് വാതിൽ ഓർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ടെങ്കിലും ഒന്ന് തുറന്ന് കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ചെറുതായിട്ട് അങ്ങോട്ട് തുറന്നപ്പോൾ ഷാനവാസ് അങ്ങോട്ട് ഇടിച്ച് കയറി അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് വന്നു. പക്ഷേ അനീഷ് നല്ല രീതിയിൽ മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരാളാണ്. ഷാനവാസിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നു. ഷാനവാസ് ഇന്നലത്തെ നിങ്ങളെ പരിപാടി ഉണ്ട്, അതായത് ആദിൽ തന്നെ പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഷാനവാസ് അനീഷിൻ്റെ പേര് പറഞ്ഞില്ല. അതേപോലെ തന്നെ സീക്രട്ട് ടാസ്ക് ആര്യന് കിട്ടിയ സമയത്ത് അനീഷിൻ്റെ പേര് പറഞ്ഞില്ല. അപ്പോഴും അക്ബർ പോയിട്ട് ഷാനവാസിൻ്റെ പേര് പറഞ്ഞിട്ട് ഷാനവാസിനെ വിളിപ്പിച്ചു, അതായത് ഷാനവാസായിട്ട് സംസാരിച്ച് ഡീൽ ചെയ്യിപ്പിച്ചു. അതെന്തുകൊണ്ടാണ്? അക്ബറിന് ഷാനവാസായിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു ബോണ്ട് ഉണ്ട്. ഷാനവാസിന് തിരിച്ചുണ്ടോയെന്നറിയില്ല, അക്ബറിന് എന്തായാലും അങ്ങോട്ട് ഒരു ബോണ്ട് ഉണ്ട്. ആ ഒരു ബോണ്ടിൻ്റെ ഒരു അംശം കൂടി അനീഷിനോട് കാണിക്കാൻ ഷാനവാസിന് തോന്നിയില്ല. ഷാനവാസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അനീഷിൻ്റെ ആ ഒരു പ്രേക്ഷകർ ഒരു 10 എണ്ണം ഇങ്ങോട്ട് പോന്നോട്ടെ. അതായത് അനീഷ് നോമിനേഷനിൽ വന്നില്ല, ഷാനവാസ് നോമിനേഷനിൽ വരികയാണെങ്കിൽ അനീഷിനെ സ്നേഹിക്കുന്ന ആൾക്കാർ അയ്യോ ഷാനവാസ്ക്ക് അനീഷിക്കാൻ്റെ പ്രിയ സുഹൃത്ത് ആൾ പുറത്ത് പോകരുത്, എൻ്റെ അനീഷാട്ടിനെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഷാനവാസ്ക്കേ ഉള്ളൂ ബിഗ് ബോസ് ഹൗസിൽ, വോട്ട് ഫോർ ഷാനവാസ് എന്ന് പറഞ്ഞ് ഇവരൊക്കെ പാവങ്ങൾ വോട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഷാനവാസ് കളിക്കുന്നത്. ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഷാനവാസിൻ്റെ വോട്ട് പിടിക്കാനാണെങ്കിൽ അനീഷിന് പറയാലോ, ഷാനവാസെ എനിക്ക് തന്നെ ഭയങ്കര സ്നേഹമാണ്, ഷാനവാസെ നീ എന്നെ വിട്ട് പോകരുത്, ഷാനവാസെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ ജീവിതകാലം മുഴുവൻ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മറ്റേ ശർക്കരയും ഉപ്പേരിയും കൂടി ഒരുമിച്ച് കഴിച്ച പോലെ അങ്ങോട്ട് സ്നേഹം കാണിക്കുമല്ലോ. അതൊന്നും ഉണ്ടായില്ലല്ലോ. അനീഷും പരമാവധി അവോയ്ഡ് ചെയ്യാനാണ് നോക്കണത്. ഷാനവാസാണ് ഇടിച്ച് കയറിയിട്ട് പോകണത്. ഷാനവാസിന് പിന്നെ കണ്ണ് തുറക്കുമ്പോഴേക്കും കണ്ണുനീര് ഇങ്ങനെ ഒലിച്ചു വരും. കാരണം സീരിയലിലൊക്കെ അഭിനയിച്ച് നല്ല രീതിയിൽ അഭിനയ ചക്രവർത്തിയായി മാറിയത്. സീരിയലിലെ ഒരു അഭിനയ ചക്രവർത്തിയാണ് പുള്ളിക്കാരൻ. അത് അനീഷിന് മനസ്സിലായിട്ടുണ്ട്. എടാ ഷാനവാസ നീ കള്ളോ, അതിൻ്റെ കണ്ണീന്ന് വീണ കണ്ണുനീര് അഭിനയമാണല്ലോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിന് അത് മനസ്സിലായിട്ടുണ്ട്. പ്രേക്ഷകരായ കുറേ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ഇന്നലെയും കൂടി ഷാനവാസ് ആകെ മൊത്തം ഇമോഷണലായിട്ട് നിൽക്കണ കണ്ടു പ്രാങ്ക് കാണിച്ചപ്പോൾ. അതിലേക്കും നൂറയ്ക്കും ആകെ വല്ലാത്തൊരു ഷോക്ക് പോലെ. കാരണം എൻ്റെ ഇക്കാനെ എങ്ങാനും ഇനി എൻ്റെ ഇക്കാടത്തെങ്ങാനും മിണ്ടാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാനെ അല്ല അള്ള എന്താ ഈശ്വര എന്താ ഇനിയിപ്പോൾ ഉണ്ടാവുന്നൊരു പിടുത്തല്ലല്ലോ. ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യില്ലേ, അനുമോളും കൈയൊഴിഞ്ഞു, ഈ പറഞ്ഞമാതിരി ഷാനവാസ്കയും കൈയൊഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ മൊത്തം പെടൂലോ എന്ന് വെച്ചിട്ടാണ് ഈ പോയിട്ട് എൻ്റെ ഇക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെങ്ങളെ കുട്ടിപ്പാസം അവിടെ കാണിച്ചത്. പെങ്ങൾ കുട്ടിപ്പാസം കാണിച്ച പക്ഷെ തന്നെ ഇക്കട മനസ്സലിഞ്ഞു എന്നാണ് തോന്നുന്നുണ്ട്. ഈ ഇക്കട മനസ്സലിയും തോറും ഇക്കോടുള്ള സ്നേഹം കുറേശ്ശെ കുറഞ്ഞു വരുള്ള ആളുകൾക്ക്. അതാണ് സത്യം. ഇക്കട പാടും നോക്കി സ്വന്തമായിട്ട് കളിക്ക്. എന്തായാലും പുള്ളിക്കാരൻ നല്ല രീതിയിൽ പവർഫുള്ളായിട്ട് സംസാരിക്കാനൊക്കെ ഒരു കഴിവുള്ള ഒരാൾ തന്നെയാണ്. നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു റീൽസും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ തന്നെ ഒരു വൃത്തിയുണ്ട് കാണാൻ വേണ്ടി. ഒരു എന്താ പറയുക, റിയ സലീം അതിഥിയായിട്ട് ഹോട്ടൽ ടാസ്കിൽ വന്ന സമയത്ത് നല്ല രീതിയിൽ റിയ സലീമിനോട് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ നല്ല രീതിയിൽ ആ ഒരു എപ്പിസോഡ് കത്തിക്കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള കഴിവുള്ള ഒരാൾ തന്നെയാണ്. എന്തിനാണോ താൻ ഈ ഫ്രണ്ട്ഷിപ്പ് കോമ്പയും കാണിച്ച് ഈ പാട്ട ഗേൾസുകളുടെയും കൂടെ നടന്നിട്ട് തൻ്റെ ഉള്ള ഗെയിം കളയാൻ നിൽക്കണം? താൻ അവിടെ ഒറ്റയ്ക്ക് കളിക്ക്. തൻ്റെ വീട്ടിൽ തൻ്റെ ഉമ്മ
വീടുണ്ട്, ഭാര്യയുണ്ട്, തൻ്റെ മോളുണ്ട്, ഈ കുടുംബക്കാർ മുഴുവനും ഉണ്ട്. ഇവരൊക്കെ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? എൻ്റെ ഇക്ക, എൻ്റെ ഉപ്പ, എൻ്റെ മോൻ. അപ്പോൾ ഒറ്റയ്ക്ക് അവിടെ കളിച്ച് ജയിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുണ്ടാവും. തന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ അത് തന്നെയാണ് വിചാരിക്കുന്നത്. ഓരോ വ്യക്തിനെ സ്നേഹിക്കുന്ന ആളുകൾ മുഴുവനും ഒറ്റയ്ക്ക് കളിച്ച് ജയിച്ചു വരണമെന്നാണ്. അല്ലാണ്ട് ഫ്രണ്ട്ഷിപ്പ് കോമ്പയും കാണിച്ച്, നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കോമ്പോ കാണിക്കാനാണോ ബിഗ് ബോസ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്നത്? ഒരു കോമ്പൊക്കെ നല്ലതാണ്, അത് ജെന്യുവനായിട്ടുള്ള ഒരു കോമ്പോ കാണിക്കണോടോ സുഹൃത്തെ. അല്ലാണ്ട് ഈ ഏത് നേരവും അനീഷിനെ തന്നെ താറടിച്ച് ആദില നൂറോടൊപ്പം കൂട്ടുകൂടിയിട്ട് താങ്കൾ ഈ അനീഷിനെതിരെ പ്രയോഗിച്ച പരിപാടികളൊക്കെ ഞങ്ങൾ കാണാതിരുന്നിട്ടൊന്നുമില്ല. മനസ്സിലാവുണ്ടോ? ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോനെ സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിനെ നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ട്. ആ പുള്ളിക്കാരൻ കപ്പടിക്കാൻ യോഗ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യണത്. ഈ ഷാനവാസിന് കപ്പടിക്കാൻ യോഗ്യത ഉണ്ടോ കഴിഞ്ഞാൽ പുള്ളിക്കാരന് യോഗ്യതയൊക്കെ ഉണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് കളിച്ചൊന്ന് സ്ട്രോങ് ആയി വരണം. ഇനി അധികം ദിവസങ്ങളില്ല. ഇനി ഇതാ വീണ്ടും പെങ്ങളൂട്ടി പാസം കാണിച്ച് നടക്കുന്നുണ്ട്. ഇനി അവരോടൊപ്പം ഒട്ടി കഴിഞ്ഞാൽ ഉള്ളതും കയ്യിൽ നിന്ന് പോവും, ഉള്ള ഒട്ടും പോവും. ഇപ്പം തന്നെ ബോൾ ഇടുന്ന സമയത്ത് ഫസ്റ്റ് കിടക്കുന്നത് അനീഷ, സെക്കൻഡ് കിടക്കുന്ന അനിമോളാണ്, മൂന്നാമതാണ് ഷാനവാസ്. അത് മാറിയിട്ടൊന്ന് മുന്നിലോട്ട് വരണമെങ്കിൽ ഷാനവാസ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ചെയ്താൽ വരാം. അല്ലാതെ ഒന്നും വരാനൊന്നും പറ്റത്തില്ല. കാരണം അനീഷിൻ്റെ പാട് നോക്കി ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നുണ്ട്. ആ പുള്ളിക്കാരൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ആ പുള്ളിക്കാരൻ ആലോചിക്കുകയാണ്, 24 മണിക്കൂർ ആലോചിക്കുകയാണ് എന്ത് കണ്ടന്റ് കൊടുക്കാം, എന്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, ഒറ്റയ്ക്ക് ഗെയിം എങ്ങനെ ഉണ്ടാക്കാം, എന്ത് കണ്ടന്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് പുള്ളി ആലോചിച്ചിട്ടാണ് ഓരോ കണ്ടന്റും കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നിങ്ങളെപ്പോലെ എങ്ങനെ മിണ്ടാതിരിക്കല്ലേ. ഷാനവാസിനൊന്നും സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയത്തില്ല. ആരെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കി അതിൻ്റെ പിന്നാലെ പോകാനേ അറിയത്തുള്ളൂ. അതല്ല ബിഗ് ബോസ്. ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൈൻഡ് ഗെയിം വേണം. അവിടെ എത്ര മത്സരാർത്ഥികളുണ്ട്? 100 ആളുണ്ടെങ്കിൽ ആ 99 ആൾ, അതായത് ഷാനവാസ് അടക്കം 100 ആൾ, ബാക്കിയുള്ള 99 ആളുകളുടെ മൈൻഡ് മനസ്സിലാക്കി അവരെ വെട്ടി വരും വേണം. എന്നാൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടും വേണം, എന്നാലേ വോട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് കുറേ തെറിയ അനാവശ്യമില്ലാത്ത പറഞ്ഞിട്ട് വെട്ടിവീത്താൻ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിനെ പിടിച്ച് പുറത്താക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രതീഷ് ചേട്ടൻ. കഴിഞ്ഞ സീസണിലെ രതീഷ് ചേട്ടൻ. ആ പുള്ളി കയറിയപ്പോൾ തൊട്ട് വള എന്ന് അടിച്ചടിച്ച് ലാസ്റ്റ് അതിനെ പിടിച്ച് വേഗം പുറത്താക്കി. അതാണ് പറഞ്ഞത്. അപ്പോൾ വളരെ സൂക്ഷിക്കുക. ആദില നൂറ ടീമുകൾ ഇനിയിപ്പോൾ എങ്ങനെ കളിക്കുമെന്നൊരു പിടുത്തവും കിട്ടണില്ല. എന്തായാലും നമ്മുടെ ലാലേട്ടം വരുന്ന ഒരു ദിവസം, അതായത് ഇന്ന് ശനിയാഴ്ച ഇന്ന് ലാലേട്ടം വരും. ആരെ എവിക്റ്റഡ് ആവാമെന്നൊന്നും എനിക്കറിയില്ല സുഹൃത്തുക്കളെ. നാളെ ഉണ്ടാവും ലാലേട്ടം, ശനിയും ഞായറാഴ്ചയും. എന്തായാലും ലാലേട്ടൻ അനുമോളെ റോസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ മോശം തന്നെയാണ് അക്ബറിനോട് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇത്രയും വലിയൊരു എന്താ പറയുക, കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത്. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഷോയാണ്. അപ്പോൾ ഈ ഒരു ഷോയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു വാക്കൊക്കെ പറയുമ്പോൾ അത് ഒരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അക്ബർ കുത്തിത്തിരിപ്പുകാരനായിക്കോട്ടെ, എന്ത് മാങ്ങത്തലും ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാം. ഇതിലും ഭേദം വല്ല തെറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പോട്ടെന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചാൽ. പക്ഷേ ഇത് എന്താ പറയുക, എനിക്ക് പറയാൻ തന്നെ അറപ്പാവാം. ഞാൻ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇടണമായിരുന്നു. ആ വീഡിയോ തന്നെ കളഞ്ഞു സത്യം പറഞ്ഞു. എന്താ വെച്ചിട്ട് എൻ്റെ ചാനലെല്ലാം പഠിച്ചു കളയും. ഞാൻ അത്രമാത്രം ദേഷ്യത്തിലാണ് ആ വാക്ക് അത് പറയണത്. എനിക്ക് തന്നെ കേട്ടിട്ട് എന്താ പോലെ ആവും. ഞാനത് കളഞ്ഞു. ആ വീഡിയോ എന്തിനാണ് ഞാനത് കളഞ്ഞു. എനിക്ക് പറയാൻ താല്പര്യമില്ല. ഞാൻ അപ്പത്തെ ഇതിൽ അങ്ങോട്ട് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടാണ് പറഞ്ഞു. കാരണം ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് കുറേ ചാനലുകൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ കളഞ്ഞു. ഈ വൃത്തിയായിട്ട വർത്താനം പറയാൻ എനിക്ക് താല്പര്യമില്ല സുഹൃത്തുക്കളെ. എന്തായാലും അനുമോളെ സ്നേഹിക്കുന്ന ആളുകളൊന്നും മനസ്സിലാക്കുക. അനുമോൾ പറഞ്ഞത് വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കുറേയൊക്കെ അവർ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ഇന്നും നാളെ ഉണ്ട്. നാളെയാണോ കാണിക്കുക, എന്നാണോ കാണിക്കുക എന്നറിയില്ല. എന്തായാലും അത് പറയുക ചെയ്യുക. അനുമോൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ലീക്കാക്കും. ബിഗ് ബോസ് അത് ലീക്കാക്കാതെ ഇരിക്കത്തില്ല. കാരണം ഷോയിനെ ബാധിക്കുന്ന ഒരു കേസാണ് ഇമാതിരിയുള്ള വൃത്തിയായിട്ട വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ. ഒരു ഫിസിക്കൽ ഗെയിമൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. മനസ്സിലാവണ്ട, നമ്മളെല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പോണത്. ആ ഫിസിക്കൽ ഗെയിമിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ മേത്തും മുട്ടും, ചിലപ്പോൾ തലേമ തട്ടും, അങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്തിട്ട് നിൽക്കണം. അല്ലാതെ ബാക്കിൽ വന്നിട്ട് അക്ബർ ഒന്ന് നിന്നുടനെ വളരെ മോശമായിട്ട് വൃത്തിയായിട്ട രീതിയിൽ സംസാരിക്കുകയല്ല ചെയ്യുക. അനുമോൾക്ക് എവിടെ എന്ത് പറയണമെന്നറിയില്ല. പുള്ളിക്കാരി കരഞ്ഞിട്ടാണെങ്കിലും നല്ല രീതിയിലുള്ള കണ്ടന്റ് കൊടുക്കുന്ന ഒരാൾ തന്നെയാണ്. ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി അനീഷും അനുമോളൊക്കെ തന്നെയാണ്. അതിൽ സംശയമില്ല. ഒരു പടിക്ക് കരച്ചിൽ കാർഡ് ഇറക്കിയിട്ട് നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്ന ഒരാൾ അനുമോൾ തന്നെയാണ്. അപ്പോൾ ആ അനുമോളുടെ വായിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വർത്തമാനം പറയുമ്പോൾ അനുമോളെ സ്നേഹിക്കണം 10 പേരിൽ ഒരു 2 പേർക്കെങ്കിലും വിരോധം തോന്നും. പിന്നെ 8 പേര് ഭയങ്കരമായിട്ട് തലയുടെ മുകളിൽ ഇങ്ങനെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ വോട്ട് ഫോർ അനുമോൾ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഓക്കെ. ഒരു അപ്പാപ്പം വരുന്നോട് ബാക്ക് കൂടെ വടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഈ ഹൈപ്പ് ബട്ടൺ ഉണ്ട്, അതും കൂടി ഒന്ന് പൊട്ടിച്ചു. ആരും കാണില്ല എന്നറിയാം, എന്നാലും പറയാം.